ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റി നടത്തിയത് വിശ്വാസവഞ്ചനയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പാളിയിൽ സ്വർണം പൊതിഞ്ഞെന്ന് പോറ്റിക്ക് അറിയാമായിരുന്നു. പാളി ചെന്നൈയിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, നേരത്തെ ജനം TV റിപ്പോർട്ട് ചെയ്ത അതേ കണ്ടെത്തലുകൾ അത് കൃത്യമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിലും വരികയാണ്. എത്രത്തോളം നിർണായകമാണ്? വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പോറ്റിക്കെതിരെ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് പാളി സ്വർണ്ണമാണെന്ന് പോറ്റിക്ക് അറിയാമായിരുന്നു. അറിഞ്ഞു വെച്ചതുകൊണ്ട് തന്നെയാണ് അത് ഇളക്കിക്കൊണ്ട് പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അതായത് നീക്കങ്ങൾ പോറ്റി നടത്തിയത്. അത് ആസൂത്രണമായിട്ടുള്ള നീക്കങ്ങളാണ് ഇതിൻ്റെ പിന്നിലുണ്ടായത്. ഗൂഢാലോചനയടക്കം ഇതുമായി ബന്ധപ്പെട്ട് പോറ്റി നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലെത്തിക്കുകയും അത് ഉരുക്കി സ്വർണ്ണമാക്കി മാറ്റുകയും അതായത് വേർതിരിച്ചെടുക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള നിരവധി കുറ്റകൃത്യങ്ങളാണ് പോറ്റിയുടെ ഭാഗത്തുണ്ടായത്. രണ്ടാമത്തെ കേസാണ് ഈ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട്, അതായത് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസിലാണ്. കട്ടളപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. പോറ്റിക്കെതിരെ ഈ വിഷയത്തിലെല്ലാം, കാരണം നേരത്തെ തന്നെ ശബരിമലയിൽ എത്തുകയും ശബരിമലയിൽ നിന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഈ കട്ടളപ്പാളികളടക്കം, അതായത് കട്ടളപ്പാടിയും സ്വർണ്ണമാണെന്ന് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവിടുന്ന് കടത്തിക്കൊണ്ടു പോകാനുള്ള നീക്കങ്ങളടക്കം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിരുന്നു. സർക്കാർ, അതായത് രാഷ്ട്രീയ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും അത് ശരിവെച്ചുകൊണ്ട് തന്നെ ജനം TV നേരത്തെ പുറത്തുവിട്ട വാർത്തകൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ പോറ്റിക്കെതിരെ ഉണ്ട് എന്നതുകൂടിയാണ് നമുക്ക് ഇപ്പോൾ ഈ നിമിഷം പറയാനുള്ളത്. അതായത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ വലിയ ഒരു ശൃംഖല, ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയൊരു ശൃംഖല തന്നെ, വലിയൊരു ആസൂത്രിതം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കേവലം ഒരു പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, എന്നാൽ ഇത് സ്വർണ്ണം പാളികൾ കടത്തിക്കൊണ്ട് പോകുന്നതിന് പോറ്റിയും കാരണക്കാരായി നിന്നുകൊണ്ട് മറ്റുള്ളവർ ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് സഹായിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിന് ശേഷം ഇനിയും ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ചോദ്യങ്ങളും, അതായത് ഇനി കൂടുതൽ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ ഉന്നതരിലേക്ക് എത്തുന്ന, അതായത് ദേവസ്വം ബോർഡിൽ തന്നെ ഉന്നതരിലേക്ക് എത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ പോറ്റിക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടത്. വരും മണിക്കൂറുകളിലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും. എന്തായാലും നിലവിൽ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശ്യാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്, കണ്ടെത്തലുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് പോരാ, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഗൂഢാലോചനയിൽ പോറ്റി മാത്രമല്ലല്ലോ, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിലേക്കൊക്കെ മുന്നോട്ട് പോകണം. എന്തായാലും ജനം TV ഈ അന്വേഷണത്തിനൊപ്പം തന്നെ ഉണ്ട് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾ ഒന്നുകൂടി പറയുകയാണ്.